ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ഡേ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അന്നത്തെ ദിവസത്തെ ബിസിനസ് ജസ്റ്റ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ജ്യൂസ് ഒക്കെ പ്രിപ്പയർ ചെയ്തൊരു 10 മണിക്ക് നമ്മൾ സ്പോട്ടിലെത്തി. ആമ്പലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടിലായിരുന്നു നമ്മൾ ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. ചേട്ടന്റെ ഫ്രണ്ട് ആൽബിനാണ് നമുക്ക് ഫസ്റ്റ് ഡേ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് കാർ അറേഞ്ച് ചെയ്ത് തന്നത്. ഈ ചേട്ടനാണ് രണ്ടാമത്തെ കസ്റ്റമർ കേട്ടോ. ഫസ്റ്റ് കസ്റ്റമറാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഷിജിത്ത് ബ്രോ വന്നായിരുന്നു കേട്ടോ. ബ്രോ നമ്മൾ കടയൊക്കെ തുടങ്ങാൻ പോണതിന്റെ ആഡ് തലേദിവസം ഇട്ടത് കണ്ടിട്ട് ബ്രോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 3 ഓഫീസേഴ്സിനെയും കൊണ്ടാണ് വന്നത്. അത് ഒത്തിരി സന്തോഷം എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ. ഷിജിത്ത് ബ്രോ മാത്രമല്ല കേട്ടോ, എൻ്റെ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായി. പിന്നെ 15 മിനിറ്റ് കഴിയുന്തോറും ഓരോ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിത്യ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ചേട്ടൻ വന്നു. അത് കഴിഞ്ഞ് വേറൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ ഞങ്ങളുടെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ കുറേ കസ്റ്റമേഴ്സ് വന്നു. ഇത് അവന്റെ ഫ്രണ്ട്സ് ആണ്. ഗോൾഡൻ കസ്റ്റമർ, സ്പെഷ്യൽ കസ്റ്റമർ. അതമ്മ ചോറും കൊണ്ടുവന്നതാണ് ഗൈസ്. രാവിലെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോഴേ അത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും അവന്റെ ഫ്രണ്ട്സ് സ്കോർ ചെയ്തിരിക്കുന്നു. 2 പേർ പിന്നെയും വന്നു. അപ്പം ഞാൻ ആക്രാന്തത്തിൽ ഞാൻ ഇതുവരെ ജ്യൂസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് അവർക്കാണ് എടുത്തു കൊടുത്തത്. അപ്പം അതിന്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ഫ്രണ്ട് ആര്യനാണ് ഗൈസ്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് വന്നത്. എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ ഈ കാണുന്ന 2 ചേട്ടന്മാരാണ് വന്നത്. ആ ചേട്ടന്മാർ നമുക്ക് കുറച്ച് അഡ്വൈസസ് ഒക്കെ തന്നായിരുന്നു. ഒത്തിരി താങ്ക് യു. പിന്നെയും അവൻ്റെ ഫ്രണ്ട് സ്കോർ ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു ചേട്ടനാണ് വന്നത്. പിന്നെ കുറച്ച് ചേട്ടന്മാർ വന്നു. ഇവർ വന്നപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ. കടയുടെ അവിടെ നല്ല അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ വന്നത് ഈ ഫാമിലിയാണ് കേട്ടോ. ഇവർ വന്ന് ഇവർക്ക് കൊടുത്തപ്പോഴേക്കും നമ്മുടെ പാത്രം കാലിയായി, ഏറെക്കുറെ കാലിയായി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പകുതി നേരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു ക്ലാസ്സും കൂടെ ഏറിപ്പോയേ ഉണ്ടാവുള്ളൂ. പിന്നെ വന്നത് ഇവർ 2 പേരുമായിരുന്നു. ഇവർക്ക് 2 പേര്, ഒരാൾ പൈനാപ്പിൾ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ഒരു ക്ലാസ് കൂടെ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ അവർക്കാണ് കൊടുത്തത്. പിന്നെ ബാക്കി ഒരു ഇത്തിരി ഉണ്ടായിരുന്നത് ഞാനും ചേട്ടനും കൂടെ ചേസ് പറഞ്ഞ് ഞങ്ങളതങ്ങ് കുടിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ, നമ്മൾ കുടിക്കണമല്ലോ. അതിനുശേഷം അവൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിബി വന്നായിരുന്നു. ബിബിയുടെ കൂടെ വേറെ ബ്രോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബിബി അവൻ്റെ മാത്രം ഫ്രണ്ടൊന്നല്ല, എൻ്റെയും കൂടെ ഫ്രണ്ടാണ്. അവർക്ക് നമ്മൾ പൈനാപ്പിൾ ആണ് കൊടുത്തത്. കാരണം ബാലൻസ് ഉണ്ടായിരുന്ന പൈനാപ്പിൾ ആണ്. അവർക്ക് 2 കൂടെ കൊടുത്തപ്പോൾ പൈനാപ്പിളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി നമ്മൾ സ്പോട്ടിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേ സക്സസ്ഫുൾ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കുറേ പേര് വന്നായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് അല്ലാത്ത കുറേ പേര്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഈ ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഡേ 1 നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതൊക്കെ തിരുത്തി നമ്മൾ ഡേ 2 ഇതിലും പവറായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകണം. കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.